ഹായ്. അപ്പൊ ഞാൻ ഇന്നാള് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടപ്പോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് ഞാനത് പറഞ്ഞിരുന്നു എന്താന്ന് വെച്ചാല് അതിനൊക്കെ ഒരു കാരണമുണ്ടെന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചത് ഞാനൊരു പുതിയ ഷോപ്പ് ഇട്ട് ടൈലറിങ് ഷോപ്പ്. അപ്പോ ആ ആ ഷോപ്പ് ഇടാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണത്. ഒരു ഷോപ്പ് ഇടാൻ അത് ഇടുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ടായില്ല. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ ഇട്ട് എനിക്ക് ധൈര്യം തന്നു എല്ലാവരും. അങ്ങനെ ഇട്ട് എന്താ പറയാ, ഞാനൊരു വലിയൊരു എന്താ പറയാ, എനിക്കതൊരു വലിയൊരു കാര്യമാണ്. ചില ആൾക്കാർക്ക് അതൊരു വലിയൊരു കാര്യമായിരിക്കില്ല, പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് ഇത്. അങ്ങനെ ഇടാൻ പറ്റിയതും എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എവിടെ എത്തൂല എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. എവിടെ എവിടെ എത്തൂല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ എത്തി. പക്ഷെ ആ എത്താനുള്ള കാരണം എന്താന്ന് നിങ്ങൾക്കറിയാം? ഞാൻ പണ്ട് തൊട്ട് തന്നെ എല്ലാവരും കളിയാക്കും. എല്ലാവരും നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരടക്കം നമ്മളെ കളിയാക്കും. ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ കരയും. എപ്പോഴും വിഷമിക്കും, എനിക്ക് ഞാൻ എവിടെ എത്താൻ പറ്റില്ലേ, എനിക്ക് എന്താ എവിടെ പറ്റില്ലേ. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ ഞാൻ +2 കഴിഞ്ഞിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ അച്ഛമ്മ, അതായത് അച്ഛൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, അത് പഠിക്കാൻ പൊക്കോ, നിനക്ക് ടൈലറിങ് ആണ് നല്ലത്, നീ അത് പഠിക്കാൻ പൊക്കോളം പറഞ്ഞു. അപ്പൊ ഞാൻ അത് കേട്ടില്ല. ഞാൻ അച്ഛൻ്റെ ചീത്ത പറഞ്ഞു, എനിക്കത് പഠിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അത് പഠിക്കാണ്ട് ഞാൻ വേറെ പോയി പഠിച്ചു ലാബ് ടെക്നീഷ്യൻ. സോ അവിടെ പോയിട്ട് എനിക്കവിടെ ഒന്നും എത്താൻ പറ്റില്ല, എനിക്കതൊന്നും മനസ്സിലാവും. ഞാനത് ഞാൻ കാരണം കുറേ പൈസ അവിടെ ചിലവാക്കി. പക്ഷെ എൻ്റെ അച്ഛനമ്മയും അതിന് എനിക്ക് സപ്പോർട്ട് ചെയ്തു. വേറെ ആരെങ്കിലും ചെയ്യാൻ എനിക്കറിയില്ല, പക്ഷെ അത്രയും പൈസ എടുത്തിട്ട് അച്ഛനമ്മയും പറഞ്ഞത് പോകണ്ട, എനിക്ക് പറ്റിയില്ലെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞു. ഇതിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അച്ഛമ്മ പഠിക്കാൻ പറഞ്ഞത് ഞാൻ പോയി പഠിച്ചു. ആ പഠിച്ചപ്പോൾ എനിക്ക് പറ്റണത് അതായിരുന്നു. ഞാൻ ആദ്യമേ അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊന്നും എവിടെ എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എത്തി. അതുകൊണ്ട് ഞാൻ എത്തി. ഞാൻ ആദ്യം വിചാരിച്ചു അതൊന്നും വലിയ ജോലിയല്ല, വലിയൊരു കാര്യമില്ല, ആൾക്കാരെന്നെ കളിയാക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് അങ്ങനെ ഒരു തൊഴിൽ നമ്മൾക്ക് അറിയണത് ഏറ്റവും നല്ലതാണ്. നമുക്ക് എവിടെ പോയാലും ഇപ്പം എനിക്കത് മതി. എന്നോട് പറയും, ഇത് നിർത്തി നിങ്ങൾക്ക് വേറെ പഠിക്കാൻ പോയിക്കൂടെ, വേറെ ചെയ്തൂടെ, വേറെ എന്തെങ്കിലും ചെയ്തൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് എല്ലാവരും പറയും, ഇതിലെന്ത് കാര്യം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്കതാണ് ഓക്കെ, ഞാൻ അതിലാണ് ഓക്കെ ആയിക്കണത്. അതായത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ, അതായത് നല്ല എൻ്റെ ജീവനെ പോലെ എന്താ പറയാ, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഇതാക്കണം എൻ്റെ അച്ഛമ്മ, എൻ്റെ അച്ഛൻ. അപ്പൊ അവര് പറയണതനുസരിച്ച് ഇന്നേ വരെ നീങ്ങി. അതായത് അങ്ങനെയല്ല പറയണേ, അവര് പറയുമ്പോഴാണ് അവര് ഓക്കെ ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്നേ വരെ ഓക്കെ ആയിട്ടുണ്ട്. അതായത് അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഓക്കെ. പക്ഷെ എനിക്ക് ഒരുപാട് കളിയാക്കൾ ഒരുവശം കുറെ ആൾക്കാർക്ക് അത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തൂല എന്ന് പറഞ്ഞു. ശരി, എത്തി. ഞാൻ ഷോപ്പിട്ട് ടൈലറിങ് ഷോപ്പിട്ട് ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ എത്തി. എനിക്കത് മതി. ഇനി അതും വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരെയും നമ്മൾ കളിയാക്കാൻ പാടില്ല. കളിയാക്കാൻ പാടില്ല. അവർക്ക് ഇത്രയും ഇപ്പോൾ എന്താ പറയുക, അവർക്ക് നല്ല വിഷമാവും. അതാരും ചിന്തിക്കണില്ല. കളിയാക്കാൻ പാടില്ല. എവിടെയെങ്കിലൊക്കെ എത്തും. എവിടെ എത്തില്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തും.
അവരൊട്ടും കളയും. നാളെ അവർക്കത് തിരിച്ചടിക്കും. ഓക്കെ, ഞാൻ എത്തി, ഞാനതിൽ ഒക്കെയാണ്. പിന്നെ എൻ്റെ എന്താ പറയാ, എൻ്റെ അനന്തു പറയും അനന്തു ഭർത്താവാണ്, ഏട്ടന്ന് വിളിക്കാവണം, അങ്ങനെ ഇതൊക്കെ ഉണ്ട് പെണ്ണ്. പക്ഷേ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏട്ടാന്ന് വിളിക്കരുത്. പിന്നെ അവൻ പറയണത് അവൻ്റെ ഇഷ്ടമല്ലേ. ഓക്കെ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആൾക്കാർക്ക് അവളെ ഏട്ടാന്ന് വിളിക്കണം, പോടാന്ന് വിളിക്കണം, എന്താണ് ഇവരൊക്കെ പഠിപ്പിച്ച അങ്ങനെ ഇങ്ങനെ തേങ്ങ മച്ചാന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ വിഷമം വരാറുണ്ട്. പക്ഷെ പോട്ടെ, സാരില്ല, നമുക്ക് അതൊക്കെ കേട്ട് വിഷമിച്ച കാര്യമില്ല. നമ്മളെ ഭർത്താവിൻ്റെ ഇഷ്ടമല്ലേ. അവനും എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിന് വേണ്ടിയിട്ടായാലും കുറെ അവന് ഉണ്ടായപ്പോൾ, അതായത് അവൻ്റെ ജീവിതത്തിൽ വന്ന പിന്നെയാണ് പിന്നെ ഓക്കെ ആയത്. ഓക്കെ എന്ന് വെച്ചാൽ ഓക്കെ, അവനോട് പറയും കളിയാക്കലൊന്നും സാരാക്ക്, നീ കാര്യമൊക്കെ ഉണ്ടാവും, ഒരു കളിയൊക്കെ പോട്ടെ എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവനും അവനെ എനിക്കിഷ്ടം, എല്ലാവരും എനിക്കിഷ്ടം. ഓക്കെയാണ്. അവനും എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു നല്ല നിലയിൽ എത്തി. നല്ല നിലയെന്ന് വെച്ചാൽ ഷോപ്പിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. ഓക്കെ, ബൈ.